ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 7. പുത്രൻ തൻ്റെ ജ്ഞാനം അമ്മയ്ക്ക് നൽകുന്നു. ഞാൻ വീണ്ടും അന്നയെ കാണുന്നു. ഇന്നലെ സന്ധ്യ മുതൽ ഇങ്ങനെയാണ് കാണുന്നത്. പന്തലിൻ്റെ വാതിൽക്കൽ അവൾ തയ്യലിൽ വ്യാപൃതയായിരിക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്നത് ചാരനിറമുള്ളതും മണ്ണിൻ്റെ നിറം, വളരെ അയവുള്ളതും സാധാരണ രീതിയിൽ തുന്നിയിട്ടുള്ളതുമായ വസ്ത്രമാണ്. ചൂടിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കാം പന്തലിൻ്റെ അങ്ങേയറ്റത്ത് പണിക്കാർ വൈക്കോൽ വെട്ടുന്നത് കാണാം. ആദ്യ കൃഷിയുടെ വൈക്കോലാണെന്ന് തോന്നുന്നില്ല. കാരണം മുന്തിരിക്കുലകൾ മിക്കവാറും സ്വർണ്ണ നിറത്തിലും ആപ്പിൾ മരത്തിൻ്റെ ഫലങ്ങൾ ചുവപ്പും മഞ്ഞ നിറത്തിൽ മെഴുകുകൊണ്ടുണ്ടാക്കിയതുപോലെ മിനുങ്ങിയും കാണുന്നു. വൈക്കോൽ കുറ്റികൾ നിറഞ്ഞു നിൽക്കുന്ന വയലിൽ തീ മഞ്ഞ നിറത്തിലുള്ള പോപ്പി പുഷ്പങ്ങൾ ചാഞ്ചാടുന്നുണ്ട്. ചോളത്തിൻ്റെ പൂക്കളും ധാരാളം കാണുന്നു. അവയ്ക്ക് നക്ഷത്രത്തിൻ്റെ ആകൃതിയും ആകാശത്തിൻ്റെ നീല നിറവുമാണ്. ആ പൂക്കളെല്ലാം നിവർന്ന് നേരെയാണ് നിൽക്കുന്നത്. തണലേകുന്ന മുന്തിരിപ്പന്തലിലൂടെ കൊച്ചുമേരി മുന്നോട്ട് വരുന്നു. പരാശ്രയം ഒട്ടും കൂടാതെ വേഗത്തിലാണ് നടപ്പ്. ചുവട് വയ്ക്കുന്നത് നല്ലവണ്ണം ഉറപ്പിച്ചാണ്. വെള്ളച്ചെരിപ്പുകൾ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ തെന്നിമറിയുന്നും മറ്റുമില്ല. അഴകേറിയ ആ നടപ്പ് ഒരു പ്രാവിൻ്റെ നടപ്പ് പോലെയുണ്ട്. പ്രാവിനെപ്പോലെ അവൾ ആകെ വെണ്മ കലർന്ന് കാണുന്നു. കാലിൻ്റെ കണ്ണുവരെ ഇറക്കമുള്ള വെള്ളയുടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. നല്ല വീതിയുള്ള ആ ഉടുപ്പിൻ്റെ കഴുത്ത് ചുരുക്കി നീല റിബൺ പിടിപ്പിച്ചിരിക്കുന്നു. ഉടുപ്പിൻ്റെ കൈകൾക്ക് മുട്ടുവരെ മാത്രം ഇറക്കമുള്ളതിനാൽ റോസ് നിറത്തിലുള്ള തുടുത്ത മുൻകൈകൾ കാണാം. ഒരു കുഞ്ഞു മാലാഖയെ പോലെയുണ്ട്. സിൽക്ക് പോലുള്ള അവളുടെ മുടിക്ക് തേനിൻ്റെ നിറം. വളരെ ചുരുണ്ട മുടിയല്ല, എന്നാൽ പല വളവുകളായി അറ്റം ചുരുണ്ടു മൂടി. അവളുടെ കണ്ണുകൾക്ക് ആകാശത്തിൻ്റെ നീലിമ. ഓമനത്തമുള്ള ആ മുഖത്തിന് റോസ് നിറം, നിറയെ പുഞ്ചിരിയും. കാറ്റുകൊണ്ട് ഉടുപ്പിൻ്റെ കൈയും ഉരവും വീർത്തപ്പോൾ പറക്കുവാൻ ചിറക് പകുതി വിടർത്തിയ ഒരു മാലാഖയെ പോലെ ഇരിക്കുന്നു. അവളുടെ കയ്യിൽ വയലിലെ പൂക്കൾ, പോപ്പി, ചോളം എന്നിങ്ങനെ പലതുമുണ്ട്. അവൾ നടക്കുകയാണ്. അമ്മയുടെ അടുത്ത് എത്താറായപ്പോൾ ഓടുന്നു. ഒച്ച വച്ചുകൊണ്ട് ഓടിച്ചെന്ന് അമ്മയുടെ കാൽമുട്ടുകൾക്കിടയിൽ കയറി നിൽക്കുന്നു. അന്ന തയ്യൽ നിർത്തിവെച്ച് കൈനീട്ടി അവളെ ആശ്ലേഷിക്കുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് ഇത്രയും മാത്രം. ഇന്ന് രാവിലെ അവൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അമ്മേ, അമ്മേ. ആ വെള്ളപ്രാക്കുഞ്ഞ് അമ്മയുടെ കാൽമുട്ടുകൾക്കിടയിൽ കൂടുണ്ടാക്കി പൂർണ്ണമായും അതിനുള്ളിലാണ്. മുഖം അമ്മയുടെ മടിയിൽ മറച്ചു വച്ചിരിക്കുന്നതിനാൽ തലയുടെ പിൻഭാഗത്തുള്ള സ്വർണ്ണ നിറത്തിലുള്ള മുടി മാത്രമേ കാണുന്നുള്ളൂ. അവളുടെ ചെറുപാദങ്ങൾ താഴെയുള്ള ഇളം പുല്ലിൽ തൊട്ടിരിക്കുന്നു. അന്ന കുനിഞ്ഞ് അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് ചുംബിക്കുന്നു. അത് കഴിയുമ്പോൾ അവൾ തലയുയർത്തി അമ്മയ്ക്ക് പൂക്കൾ നൽകുന്നു. ആ പൂക്കളെല്ലാം അവളുടെ അമ്മയ്ക്കുള്ളതാണ്. ഓരോ പൂവിനെക്കുറിച്ചും ഓരോ കഥ അവൾ ഉണ്ടാക്കി പറയുന്നു. ഈ വലിയ നീലപ്പൂവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നക്ഷത്രമാണ്. കർത്താവിൻ്റെ ചുംബനം എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സ്വർഗീയ പുഷ്പത്തെ ഇവിടെ അതിൻ്റെ ചങ്കിന്മേൽ ചുംബിക്കൂ. അപ്പോൾ ദൈവികാനുഭവം അമ്മയ്ക്കുണ്ടാകും. മറ്റൊന്ന് ഇളം നീലയാണ്, അപ്പൻ്റെ കണ്ണുകൾ പോലെ. അതിൻ്റെ ഇതളിന്മേൽ എഴുതിയിരിക്കുന്നു, കർത്താവ് അപ്പനെ വളരെ സ്നേഹിക്കുന്നു, കാരണം അപ്പൻ നല്ലവനാണ്. ഈ ചെറിയ പൂ കണ്ടോ? അത്തരം ഒറ്റ എണ്ണമേയുള്ളൂ. അത് ദൈവം സൃഷ്ടിച്ചത് മേരിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് അവളോട് പറയുവാനാണ്. ഈ ചുവന്ന പൂക്കൾ എന്താണെന്ന് അമ്മയ്ക്കറിയാമോ? അവ ദാവീദിൻ്റെ ഉടുപ്പിൻ്റെ കഷ്ണങ്ങളാണ്. ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ രക്തം പുരണ്ട ഉടുപ്പിൻ്റെ, കർത്താവിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ രക്തം പുരണ്ട് കീറിയ ആ വസ്ത്രത്തിൽ നിന്നാണ് ഈ ചുവന്ന പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. ഈ വെള്ളപ്പൂവ് മൃദുലമായ സിൽക്ക് പോലുള്ള ഇതിൻ്റെ 7 കപ്പുകൾ ആകാശത്തേക്ക് ഉയർത്തി നിറയെ സുഗന്ധവുമായി നിൽക്കുന്നു. അത് അരുവിയുടെ അടുത്ത് നിന്നതാണ്. അപ്പൻ എനിക്ക് വേണ്ടി അത് പറിച്ചു തന്നു.
അത് മുള്ളിൻ്റെ ഇടയിലായിരുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സോളമൻ്റെ ഉടുപ്പ് കൊണ്ടാണ്. അദ്ദേഹം അത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ധരിച്ചിരുന്നു. തൻ്റെ കൊച്ചു പൗത്രി ജനിച്ച അതേ മാസത്തിൽ തന്നെ ആ ഉടുപ്പും ധരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ കൂടെ അദ്ദേഹം നടന്നു. വാഗ്ദാന പേടകത്തിൻ്റെയും സാക്ഷ്യകൂടാരത്തിൻ്റെയും മുമ്പിൽ അതിവിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മഹിമാലങ്കൃതനായി അദ്ദേഹം നടന്നു. അവൻ സന്തോഷിച്ച് സന്തോഷാധിക്യത്താൽ സ്തോത്രഗീതവും ആനന്ദഗീതവും പാടി. കാരണം തൻ്റെ മഹിമയെ അലങ്കൃതമാക്കുവാൻ ആ പ്രദേശത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മേഘം വന്ന് ആവരണം ചെയ്തു. എൻ്റെ ആഗ്രഹം എപ്പോഴും ഈ പൂവിനെ പോലെ ആകണമെന്നാണ്. ജ്ഞാനിയായ ആ രാജാവിനെ പോലെ എൻ്റെ ജീവിതകാലം മുഴുവനും സ്തോത്രഗീതങ്ങളും ആനന്ദഗീതങ്ങളും പാടി കൂടാരത്തിനു മുമ്പിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേരി പറയുന്നു. നീ എങ്ങനെയാണ് ഇതെല്ലാം അറിയുന്നത് എൻ്റെ ഓമനെ? ആരാണ് നിന്നോട് ഇതെല്ലാം പറഞ്ഞത്? അപ്പനാണോ മോളെ? അല്ല, ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് എനിക്ക് അതെല്ലായ്പ്പോഴും അറിയാമായിരുന്നുവെന്നാണ്. പക്ഷേ എന്നോട് പറയുന്ന ഒരാളുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ ആരെയും കാണുന്നില്ല. ഒരു പക്ഷേ നല്ല ആളുകളോട് സംസാരിക്കുവാൻ ദൈവം അയക്കുന്ന മാലാഖ ആയിരിക്കും. അമ്മ എന്നോട് ഒരു കഥ പറയാമോ? എൻ്റെ മോളെ, ഏത് കഥയാണ് നിനക്ക് അറിയേണ്ടത്? മേരി ചിന്തിക്കുന്നു. ആഴമേറിയ ചിന്ത. അവളുടെ ഭാവങ്ങൾ ചിത്രത്തിലാക്കി വയ്ക്കേണ്ടതാണ്. ചിന്തയുടെ നിഴലുകൾ മുഖത്ത് കാണാം. പുഞ്ചിരി, നെടുനിശ്വാസം, നല്ല പ്രകാശം, മേഘത്തിൻ്റെ ആവരണം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ അവൾ കടന്നു പോകുന്നു. എന്നിട്ട് തീരുമാനത്തിലെത്തുന്നു. ഗബ്രിയേലിൻ്റെയും ഡാനിയേലിൻ്റെയും കഥ. ക്രിസ്തുവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ കഥ ഒന്നുകൂടി പറയൂ. അന്ന കഥ പറയുന്നു. അവൾ കണ്ണടച്ച് നിന്ന് എല്ലാം കേൾക്കുന്നു. കേൾക്കുന്നതെല്ലാം താഴ്ന്ന സ്വരത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവ നല്ലവണ്ണം ഓർത്തിരിക്കാൻ. അന്ന പറഞ്ഞു നിർത്തിയപ്പോൾ ചോദിക്കുന്നു, ഇമ്മാനുവേൽ വരാൻ ഇനി എത്ര നാളുണ്ട്? 30 വർഷത്തോളമുണ്ട് മോളെ. എത്ര നീണ്ട കാലം. ഞാൻ അപ്പോൾ ദൈവാലയത്തിലായിരിക്കും. അമ്മ ഒന്ന് പറഞ്ഞേ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാൽ പകലും രാത്രിയിലും രാത്രിയും പകലും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റേത് മാത്രമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കാര്യത്തിനായി എപ്പോഴും പ്രാർത്ഥിച്ചാൽ നിത്യപിതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് തൻ്റെ ജനത്തിന് മിശിഹായെ കുറെ കൂടെ നേരത്തെ അയക്കുമോ? എൻ്റെ മോളെ, എനിക്ക് അറിഞ്ഞുകൂടാ. പ്രവാചകൻ പറയുന്നു 70 ആഴ്ചകൾ എന്ന്. പ്രവചനം തെറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കർത്താവ് വളരെ നല്ലവനാണ്. അവളുടെ കൺപീലിയിൽ കണ്ണീർ കണ്ടുകൊണ്ട് അന്ന പറയുന്നു, കർത്താവ് വളരെ നല്ലവനായതുകൊണ്ട് നീ വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അവളുടെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെ നേർക്ക് അവൾ മുഖം ഉയർത്തി നോക്കുന്നു. സൂര്യപ്രകാശം തട്ടിയിട്ട് മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നത് പോലെ അവളുടെ കണ്ണീർ തിളങ്ങുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും. അതിനായി ഞാൻ ഒരു കന്യകയായി ജീവിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ദൈവസ്നേഹം മാത്രം മതി, മനുഷ്യസ്നേഹം ഒട്ടും അറിയേണ്ട എന്നാണ്. അതിൻ്റെ അർത്ഥം മാനുഷികമായ ഒരു ചിന്തയുമില്ല, ചിന്തയെല്ലാം കർത്താവിനെക്കുറിച്ച് മാത്രമാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം കണ്ണുകൾ ദൈവത്തെ മാത്രം നോക്കുന്നുവെന്നും കാതുകൾ ദൈവത്തെ ശ്രവിക്കുന്നുവെന്നും അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുവെന്നും കൈകൾ സ്വയം ദൈവത്തിന് ബലിയായി നൽകുന്നുവെന്നും കാലുകൾ വേഗത്തിൽ ദൈവത്തെ അനുഗമിക്കുന്നുവെന്നും ഹൃദയവും ജീവിതവും ദൈവത്തിന് കൊടുക്കുന്നു എന്നുമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നിനക്ക് ഒരിക്കലും കുട്ടികളുണ്ടാകുകയില്ല. കുഞ്ഞുങ്ങളെയും ആട്ടിൻകുട്ടികളെയും പ്രാക്കളെയും എല്ലാം നിനക്ക് എത്ര ഇഷ്ടമാണ്. ഇത് നിനക്കറിയാമോ? ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയ്ക്ക് ആട്ടിൻകുട്ടിയെ പോലെയും സിൽക്ക് തൂവലുള്ള വെള്ളപ്രാവിനെ പോലെയുമാണ്. അതിനെ സ്നേഹിക്കുകയും ചുംബിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കുകയും ചെയ്യാം. അത് സാരമില്ല, ഞാൻ ദൈവത്തിൻ്റേതായിരിക്കും. ഞാൻ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും.
അന്നേരം ഒരു പക്ഷേ ഞാൻ ഇമ്മാനുവേലിനെ കണ്ടെന്നിരിക്കും. അവൻ്റെ അമ്മയാകാനുള്ള കന്യക നേരത്തെ തന്നെ ജനിച്ചു കാണും. വലിയ പ്രവാചകൻ അങ്ങനെയല്ലേ പറയുന്നത്? അവൾ ദേവാലയത്തിൽ കാണും. ഞാൻ അവളുടെ കൂട്ടുകാരിയായിരിക്കും, അവളുടെ ദാസിയായിരിക്കും. ഓ, അവളെ ഒന്ന് കണ്ടെങ്കിൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ പ്രകാശത്താൽ അവളെ എനിക്ക് സേവിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ കുറെ കഴിയുമ്പോൾ തൻ്റെ പുത്രനെ അവൾ എനിക്ക് കാണിച്ചു തരും. അവൾ എന്നെ അവളുടെ പുത്രൻ്റെ പക്കലേക്ക് കൊണ്ടുചെല്ലും. എന്നിട്ട് ഞാൻ അവനെയും ശുശ്രൂഷിക്കും. ഒന്ന് ഓർത്തു നോക്കിക്കേ അമ്മേ, മിശിഹായ്ക്ക് ശുശ്രൂഷ ചെയ്യുക. ഈ ചിന്ത അവളെ ഗ്രസിച്ച് ഉയർത്തുന്നു. അതേസമയം അവൾ പൂർണ്ണമായ എളിമയുള്ളവളും ആയിരിക്കുന്നു. കൈകൾ രണ്ടും കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് വച്ച് തല സ്വൽപ്പം കുനിഞ്ഞ് വികാരത്താൽ തരളിതയായി അവൾ നിൽക്കുന്നു. മംഗളവാർത്തയിൽ കണ്ട മേരിയുടെ ഒരു കുഞ്ഞു പതിപ്പ്. അനന്തരം അവൾ തുടരുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ ശുശ്രൂഷിക്കുവാൻ എന്നെ അനുവദിക്കുമോ? അതേക്കുറിച്ച് സംശയമൊന്നും വേണ്ട. സോളമൻ രാജാവ് പറഞ്ഞിട്ടില്ലേ, 60 രാജ്ഞിമാരും 80 ഉപനാരിമാരും അനേകം കന്യകകളും ഉണ്ട് എന്ന്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ എണ്ണമില്ലാത്ത കന്യകകളുണ്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ഒരു കന്യകയായിരിക്കണം, തീർച്ചയായും ഒരു കന്യകയായിരിക്കണം. ഒരു കന്യകയെയാണ് അവിടുന്ന് അമ്മയായി സ്വീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കന്യാത്വത്തെ മറ്റെന്തിനേക്കാൾ അവിടുന്ന് ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ. എൻ്റെ കന്യാത്വം നിമിത്തം തൻ്റെ അമ്മയോട് അല്പമെങ്കിലും സാധർമ്മ്യം ഉണ്ടെന്ന കാരണത്താൽ അവിടുന്ന് എന്നെ സ്നേഹിക്കണം. ഇതാണ് എനിക്ക് വേണ്ടത്. പിന്നെ എനിക്കൊരു പാപിയും ആകണം, ഒരു വലിയ പാപി. അത് കർത്താവിന് അനിഷ്ടം വരുത്തുന്നില്ലെങ്കിൽ മതി. അമ്മ പറഞ്ഞേ, ദൈവത്തോടുള്ള സ്നേഹത്താൽ ഒരാൾക്ക് പാപിയാകുമോ? എൻ്റെ കുഞ്ഞെ, നീ എന്താണ് പറയുന്നത്? എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ പറയുന്നതേ, ദൈവം എന്നെ സ്നേഹിക്കുവാൻ വേണ്ടി ഒരു പാപം ചെയ്യട്ടെ എന്ന്. ദൈവൻ രക്ഷകനല്ലേ? നഷ്ടപ്പെട്ടവരെയല്ലേ ദൈവൻ രക്ഷിക്കുന്നത്? രക്ഷകൻ എന്നെ രക്ഷിച്ച് എന്നെ നോക്കണം. ആ നോട്ടം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ അവിടുത്തേക്ക് അനിഷ്ടം വരുത്തുന്ന ഒരു പാപം ചെയ്യാനല്ല. ഞാൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ രക്ഷിക്കുന്നത്? അന്ന ഒന്നും പറയുന്നില്ല. എന്താണ് പറയേണ്ടതെന്ന് അന്നയ്ക്ക് അറിഞ്ഞുകൂടാ. യോവാക്കീം സഹായത്തിനെത്തി. ശബ്ദമുണ്ടാക്കാതെ മുന്തിരിവേലിയുടെ അടുത്തുകൂടെ സാവധാനത്തിൽ നടന്നെടുത്തു വന്ന യോവാക്കീം പറഞ്ഞു, നിന്നെ മുൻകൂട്ടി അവിടുന്ന് രക്ഷിച്ചു. കാരണം അവിടുന്ന് അറിയുന്നു നീ തന്നെ സ്നേഹിക്കുന്നു എന്നും തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നും. അങ്ങനെ നീ ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവളാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഒരു കന്യകയായി തീരാം. അത് നേരാണോ അപ്പാ? മേരി യോവാക്കീമിൻ്റെ മുട്ടുകളിൽ കെട്ടിപ്പിടിക്കുന്നു. ആ നീല കണ്ണുകൾ ഉയർത്തി അപ്പനെ നോക്കുന്നു. അപ്പൻ്റേതുപോലെ തന്നെയുള്ള കണ്ണുകൾ. അവളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. കാരണം അപ്പൻ്റെ വാക്കുകൾ അവളിൽ പ്രത്യാശ ജനിപ്പിച്ചു. നേരാണ് മോളെ. നോക്കൂ, ഈ ചെറിയ കുരുവിയെ ഞാൻ നിനക്ക് കൊണ്ടുവന്നതാണ്. ആദ്യത്തെ പറക്കലിൽ അത് നമ്മുടെ അരുവിയുടെ അടുത്ത് വന്നു വീണു. എനിക്ക് അതിനെ അവിടെ വിട്ടിട്ട് പോരാമായിരുന്നു. അതിൻ്റെ ചിറകുകൾക്ക് വീണ്ടും പൊങ്ങിപ്പറക്കുവാൻ ശക്തിയില്ലായിരുന്നു. വഴുതുന്ന പാറയിൽ പിടിച്ചിരിക്കാൻ അതിൻ്റെ കാലുകൾക്കും കഴിവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു. നിനക്ക് ഞാൻ അതിനെ തരുന്നു. അത് അപകടത്തിൽ വീഴുന്നതിന് മുമ്പ് അതിനെ ഞാൻ എടുത്തു. ദൈവം നിന്നോടും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും എന്നോട് പറയൂ മേരി, ആ കുരുവിയെ നേരത്തെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അതിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത് അപകടത്തിൽ വീണു കഴിഞ്ഞ് അതിനെ രക്ഷിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ സ്നേഹമാണോ, കുറഞ്ഞ സ്നേഹമാണോ? ഇപ്പോഴാണ് കൂടുതൽ സ്നേഹം കാണിച്ചത്. അത് തണുത്ത വെള്ളത്തിൽ വീഴാൻ അപ്പൻ സമ്മതിച്ചില്ലല്ലോ. ദൈവം നിന്നെ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു. നീ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് അവിടുന്ന് നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ മുഴു ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കും. എൻ്റെ സുന്ദരിയായ കുഞ്ഞു കുരുവി, ഞാൻ നിന്നെ പോലെയാണ്. നമ്മെ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ വളർത്തിക്കഴിഞ്ഞു വിടാം. നീ വനത്തിലായിരിക്കും, ഞാൻ ദേവാലയത്തിലും.
രണ്ടിടത്തും നമുക്ക് ദൈവസ്തുതികൾ പാടാം. എന്നിട്ട് നമുക്ക് പറയാം, വാഗ്ദാനം ചെയ്യപ്പെട്ടവനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ പക്കലേക്ക് അവനെ അയക്കണമേ. ഓ അപ്പാ, എന്നെ എന്നാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്? വേഗം കൊണ്ടുപോകാം മകളെ. പക്ഷേ അപ്പനെ വിട്ടുപോകാൻ നിനക്ക് വിഷമമില്ലേ? തീർച്ചയായും ഒത്തിരി വിഷമമുണ്ട്. എന്നാൽ അപ്പനും വരികയില്ലേ? എന്തെങ്കിലും വേദനയില്ലെങ്കിൽ എന്ത് ത്യാഗമാണത്? നീ ഞങ്ങളെ ഓർക്കുമോ? തീർച്ചയായും, എപ്പോഴും ഞാൻ ഓർക്കും. രക്ഷകന്റെ വരവിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾക്ക് സന്തോഷവും ദീർഘമായ ജീവിതവും തരണമേ എന്ന്. രക്ഷകന്റെ വരവ് വരെ നിങ്ങൾ ജീവിച്ചിരിക്കണമേ എന്ന്. അത് കഴിഞ്ഞ് സ്വർഗീയ ജെറുസലേമിലേക്ക് നിങ്ങളെ എടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. യോവാക്യം മേരിയെ കൈകളിലെടുത്ത് മുറുകെ കെട്ടിപ്പിടിക്കുന്നു. അതോടെ ദർശനം തീരുന്നു. ഈശോ പറയുന്നു, വിജ്ഞാനികൾ ഇതിൽ കുറ്റം കണ്ടുപിടിച്ച് പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നു. 3 വയസ്സ് പോലും തികയാത്ത കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ പറയും? ഇത് അതിശയോക്തിയാണ്. എൻ്റെ തന്നെ ശൈശവത്തിലേക്ക് മുതിർന്നവരുടെ പെരുമാറ്റ ശൈലി പകർന്ന് എന്നെ ഒരു ഭീമാകാരനാക്കാൻ അവൾ മടിക്കുന്നുമില്ല. ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയോ ഒരേ സമയത്തോ അല്ല ലഭിക്കുന്നത്. തിരിച്ചറിവിൻ്റെ പ്രായം 6 വയസ്സെന്നാണ് തിരുസഭ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ബുദ്ധി കുറവുള്ള ഒരു കുട്ടിക്ക് പോലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെങ്കിലും നന്മയും തിന്മയും ആ പ്രായത്തിൽ മനസ്സിലാകും എന്നതാണ്. എന്നാൽ ആ പ്രായത്തിന് വളരെ മുമ്പ് തന്നെ തിരിച്ചറിവ് കിട്ടിയതിൻ്റെ ഫലമായി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും ഉള്ള കഴിവ് എത്രയോ കുട്ടികൾക്ക് ലഭിക്കുന്നു. അഹങ്കാരികളായ സദാ വിജ്ഞാനികളെ കൊച്ച് ഇമേൽദ ലംബർട്ടിനി, വിറ്റേര ബോയിലെ റോസ, നെല്ലി ഓർഗൻ, നെന്നോളിന മുതലായവർ നിങ്ങളുടെ സംശയം തീർക്കും. എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പറുദീസായിലെ അനേകായിരം കൊച്ചു വിശുദ്ധർ ഭൂമിയിൽ ഇതുപോലെ തിരിച്ചറിവ് ലഭിച്ചവരാണ്. അവരിൽ ഏതാനും പേരുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. തിരിച്ചറിവ് എന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു ദാനം. ദൈവത്തിന് അത് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. തനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കൊടുക്കാം. നിങ്ങളെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു കാര്യമാണ് തിരിച്ചറിവ്. ദൈവം ബുദ്ധിയും അറിവും വിവേചനവും ഉള്ള അരൂപിയാണല്ലോ. ബുദ്ധിയും വിവേചനയും ഭൗമ്യ പറുദീസായിൽ മനുഷ്യന് ദൈവം നൽകിയ കൃപാവരങ്ങളായിരുന്നു. കൃപാവരം സജീവവും പ്രവൃത്തിയോന്മുഖവുമായിരുന്നപ്പോൾ ആദ്യ മാതാപിതാക്കൾ എന്തുമാത്രം ജീവൻ നിറഞ്ഞവരായിരുന്നു. ഈശോ ബെൻസിറാക്കിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ, എല്ലാ ജ്ഞാനവും ദൈവത്തിൽ നിന്നാണ്. അത് എന്നേക്കും അവൻ്റേതാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ മക്കളായി നിലനിന്നിരുന്നെങ്കിൽ എത്രമാത്രം ജ്ഞാനം അവർക്കുണ്ടാകുമായിരുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുള്ള വിടവുകൾ കൃപാവരത്തിൽ നിന്നും സത്യത്തിൽ നിന്നും നിങ്ങൾ വീണുപോയതിൻ്റെ ഫലമാണ്. കൃപാവരം നഷ്ടപ്പെട്ടപ്പോൾ ജ്ഞാനത്തെ നിങ്ങൾ അനേകം നൂറ്റാണ്ടുകളിലേക്ക് അകറ്റുകയായിരുന്നു. മേഘപടലങ്ങളാൽ മറയ്ക്കപ്പെടുന്ന ഉൽക്ക പോലെ ജ്ഞാനം അതിൻ്റെ പ്രകാശത്തോടു കൂടി നിങ്ങളെ പ്രാപിക്കുന്നില്ല. പിന്നെയോ നിങ്ങളുടെ അസത്യമായ രീതികൾ നിമിത്തം കട്ടിപിടിച്ച മഞ്ഞിലൂടെ എന്നവണ്ണം വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ക്രിസ്തു വന്നു. കൃപാവരം അവിടുന്ന് പുനഃസ്ഥാപിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് അത്. എന്നാൽ ഈ രത്നം പരിശുദ്ധവും കളങ്കരഹിതവുമായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയാമോ? അറിഞ്ഞുകൂടാ. പാപം ചെയ്ത് അതിനെ ഞെരിച്ച് കളയാത്തപ്പോൾ പോലും നിങ്ങളുടെ നിരന്തരമായ ചെറിയ കുറ്റങ്ങൾ, ദുർഗുണങ്ങൾ, ബലഹീനതകൾ മുതലായവയാൽ അതിനെ മലിനമാക്കുന്നു. ഇവ പ്രധാനപ്പെട്ട 7 ദുർഗുണങ്ങളോട് അഭേദ്യമായി ബന്ധപ്പെട്ടവയല്ലെങ്കിൽ തന്നെയും കൃപാവരത്തിൻ്റെ പ്രകാശത്തെ ബലഹീനമാക്കുന്നതും അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതുമാണ്. കൂടാതെ ദൈവം ആദിമാതാപിതാക്കൾക്ക് കൊടുത്തിരുന്ന വലിയ പ്രകാശം നിറഞ്ഞ ആ ബുദ്ധി അനേകം നൂറ്റാണ്ടുകളിലെ വഷളത്വ നിമിത്തം ബലഹീനമാക്കപ്പെട്ടു.
അതിൻ്റെ ദുഷ്ഫലങ്ങൾ ആത്മാവിലും ശരീരത്തിലും അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മേരി പരിശുദ്ധയായ പുതിയ ഹൗവ മാത്രമല്ല, അവൾ സൂപ്പർ ഹൗവയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ കരവേല, കൃപാവരം പൂർണ്ണമായിട്ടുള്ളവൾ, വചനത്തിൻ്റെ അമ്മ. ഇതായിരുന്നു ദൈവദൃഷ്ടിയിൽ മേരി. ഈശോ ബെൻ സിറാഖ് പറയുന്നു, ജ്ഞാനത്തിൻ്റെ ഉറവിടം വചനമാണ് എന്ന്. അപ്പോൾ പുത്രൻ തൻ്റെ ജ്ഞാനം സ്വന്തം അമ്മയുടെ അധരങ്ങളിൽ നിക്ഷേപിക്കാതിരിക്കുമോ? ദൈവവചനം ഏൽപ്പിച്ച വാക്കുകൾ മനുഷ്യരോട് ആവർത്തിച്ച് പറയുവാൻ വേണ്ടി ഒരു പ്രവാചകന്റെ അധരങ്ങൾ തീക്കട്ട കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. എങ്കിൽ വചനത്തെ മാംസമായി ഉദരത്തിൽ വഹിക്കുവാനിരുന്നവളെ ഉയർത്തുകയും അവളുടെ സംസാരത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യാതിരിക്കുവാൻ സ്നേഹം സമ്മതിക്കുമോ? ഒരിക്കൽ കൊച്ചുകുട്ടിയെപ്പോലെയും പിന്നീട് പ്രായമായ സ്ത്രീയെപ്പോലെയും സംസാരിക്കാതെ മേരി എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വലിയ പ്രഭയിലും ജ്ഞാനത്തിലും ഉരുവാക്കപ്പെട്ട ഒരു സ്വർഗീയ വ്യക്തിയായിരിക്കേണ്ടതല്ലേ? എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ചെയ്തിരുന്നത് പോലെ ഇളം പ്രായത്തിൽ മേരി പ്രദർശിപ്പിച്ച അസാമാന്യ ബുദ്ധിയല്ല അത്ഭുതകരം. അനന്തമായ ബുദ്ധിയെ തന്നിൽ ഉൾക്കൊണ്ട ആ പ്രവൃത്തിയാണ് വലിയ അത്ഭുതം. ജനങ്ങൾ ഭയപ്പെടാതിരിക്കത്തക്കവണ്ണവും പിശാചിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കത്തക്കവണ്ണവും ദൈവത്തിൻ്റെ അപാരമായ ബുദ്ധിയെ മേരിയുടെ മാനുഷിക പരിമിതികളിൽ ഉൾക്കൊണ്ടു എന്നതാണ് വലിയ അത്ഭുതം. ഇതേക്കുറിച്ച് ഇനിയും ഒരിക്കൽ ഞാൻ പറയാം. വിശുദ്ധർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളിൽ പെടുന്നതാണ് ഇവ.